കുമ്പള ടോൾ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയം. ടോൾ പിരിവ് തുടരുമെന്ന് ദേശീയപാത അതോറിറ്റി യോഗത്തിൽ നിലപാടെടുത്തു. സമരം തുടരുമെന്ന് AK അഷ്റഫ് MLAയും പറഞ്ഞു. യോഗ തീരുമാനങ്ങൾ ചീഫ് സെക്രട്ടറിയെ അറിയിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, ചർച്ചയിൽ തീരുമാനമായില്ല അല്ലേ? മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവ് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ ഇന്നലെയാണ് AK അഷ്റഫ് MLA രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ MLAയുടെ സമരത്തെ തുടർന്നാണ് ജില്ലയിലെ മുഴുവൻ MLAമാരുടെയും അതുപോലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെയും യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തത്. ജില്ലാ കളക്ടറെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ പിരിവ് നിർത്തിവെക്കാൻ കഴിയില്ല എന്ന നിലപാട് ദേശീയപാത അതോറിറ്റി എടുത്തത്. ഇതോടുകൂടിയാണ് ചർച്ച പിരിഞ്ഞു, സമരം അവസാനിപ്പിക്കില്ല എന്ന് എന്നെ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AK അഷ്റഫ് MLAയുടെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നത്. ഇന്ന് രണ്ടാം ദിവസവും വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ട്. രാത്രി സമയങ്ങളിലും സമരം നടത്തുന്നുണ്ട്. അങ്ങനെ രാപ്പകൽ സമരം തുടരും എന്ന് തന്നെയാണ് AK അഷ്റഫ് MLA വ്യക്തമാക്കുന്നത്. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറിയെ ധരിപ്പിക്കും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. MLA നടത്തുന്ന സമരത്തെ തുടർന്ന് അതിൽ ഇടപെടണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ കളക്ടർ ജില്ലയിലെ മുഴുവൻ MLAമാരുടെയും ദേശീയപാത അതോറിറ്റിയുടെയും യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ ഈ ടോൾ പിരിവ് നിർത്തിവെക്കാനാവില്ല എന്ന നിലപാടാണ് ദേശീയപാത അതോറിറ്റി എടുത്തത്. അതോടുകൂടിയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. ഇപ്പോൾ അവിടെയുള്ള 22 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിൽ 2 ടോൾ പ്ലാസകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ സമരത്തിന്റെ കാരണം. കാസർഗോഡുള്ള ഒരാൾക്ക് 2 ടോൾ ബൂത്ത് കഴിഞ്ഞ് വേണം മംഗളൂരുവിലേക്ക് എത്താൻ. വലിയ ഒരു ചിലവ് ഇത് സംബന്ധിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്കടക്കം മംഗളൂരുവിനെയാണ് കാസർഗോഡ് അതിർത്തി പ്രദേശത്തുള്ള ആളുകൾ ആശ്രയിക്കുന്നത്. ആ കാരണത്താലാണ് ഈ സമരം വലിയ രൂപത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി സമരം നടത്താനാണ് AK അഷ്റഫ് MLAയുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും തീരുമാനം തന്നെയാണ്.